തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ദളിത് യുവതിക്ക് നേരെ സദാചാരാക്രമണം. ഇത് ഈ നാട്ടിൽ ഇപ്പോഴും കൊണ്ടു. യുവതിക്കൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചയാൾ ഭർത്താവല്ലെന്ന് വാദിച്ചും കഞ്ചാവാണോ എന്ന് ചോദിച്ചുമായിരുന്നു മർദ്ദനം. സ്കൂട്ടറിന്റെ താക്കോൽ പ്രദേശവാസികൾ പിടിച്ചുവാങ്ങിയ ശേഷമായിരുന്നു യുവതിയുടെ വസ്ത്രം വലിച്ചു കീറാൻ ശ്രമിച്ചതും മർദ്ദിച്ചതും. ചോദ്യം ചെയ്ത ഭർത്താവിനും മർദ്ദനമേറ്റു. ഇരുവരെയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അപ്പം അവരുടെ പ്രതികരണമുണ്ട്. ആദ്യം നമുക്കത് കേട്ടുവരാം. എന്നോട് നീ എന്തുദ്ദേശത്തിൽ അങ്ങനെ സംസാരിച്ചത്, നീ ആരങ്ങനെ സംസാരിക്കാൻ, നിൻ്റെ ഭർത്താവാണോ അടി, അത് ഏവനെയും കൊണ്ടിട്ട് അടി ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അനാവശ്യ ഭാഷകളൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ താക്കോല് ബലാത്കാരമായിട്ട് വലിച്ചെടുക്കുകയും അത് ഞാൻ വണ്ടിയിൽ നിന്ന് എന്നെ പിടിച്ച് തള്ളിയിടാൻ പോകുന്നത് പോലെ തള്ളിയിടുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ താക്കോല് തിരിച്ചു തരാനായിട്ട് കയറി പിടിച്ചപ്പോഴത്തേന് അയാളുടെ രണ്ട് കൈയും കൊണ്ട് എന്നെ നെഞ്ചത്ത് വലിച്ച് എൻ്റെ ഡ്രസ്സെല്ലാം വലിച്ച് കീറി. എന്നിട്ട് കൈ എടുക്കുന്നുണ്ടായിരുന്നില്ല, അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പിടിച്ച് തള്ളി പുള്ളി. ഉടനെ തന്നെ അയാൾ എൻ്റെ കരണത്ത് ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. അതാണ് അവിടെ സംഭവിച്ചത്. ഒന്ന് ആലോചിക്കുക, ഈ കാലത്തും സദാചാര പോലീസ് ചമഞ്ഞുകൊണ്ട് സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ ചില മനുഷ്യർക്ക് തോന്നുന്നുണ്ടല്ലോ. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, ഇന്നിപ്പോൾ വനിതാ ദിനം കൂടിയാണ്. ഈ സ്ത്രീ പറയുന്നത് കേട്ടിട്ട് വിഷമം തോന്നുന്നു. അത് കൂടെ ഉണ്ടായിരുന്നത് ആരാണെങ്കിൽ പോലും ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇവരൊക്കെ ആരാണ് അവകാശം കൊടുത്തത്? പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും കൂടി റോഡിൽ കൂടി ബൈക്കിൽ കൂടി പോകുന്ന സമയത്ത് അതാരാടി, ലാരാടി എന്നൊക്കെ ചോദിക്കാനുള്ള ഇപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത്. എന്താ സംഭവിച്ചത് അരുൺ? അരുൺ, ഗുഡ് മോർണിംഗ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നെടുമങ്ങാട് ബന്ധുവീട്ടിൽ നിന്നും മടങ്ങിയിരുന്ന സുധീഷ് ദമ്പതികൾക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം നെടുമങ്ങാട് മുല്ലശ്ശേരി ഭാഗത്ത് നിന്നും സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ പെട്രോൾ തീർന്നതിനെ തുടർന്ന് ഇവർ അവിടെ ആ ഭാഗത്ത് വാഹനം ഒതുക്കിയതിനു ശേഷം ഇവർ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. കാരണം പെട്രോൾ നിറച്ചു വരേണ്ടുന്ന ഉത്തരവാദിത്തം ഇവർക്ക് തമ്മിൽ പരസ്പരം പഴിചാരി ഇവർ തർക്കം ഉടലെടുക്കുന്ന സമയത്താണ് ഈ നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ഭർത്താവായിട്ടുള്ള സുധീഷ് പെട്രോൾ വാങ്ങാൻ പോയ സമയമാണ് ഭാര്യ ശ്രുതിക്ക് നേരെ നാട്ടുകാർ വരുന്നതും കൂടെ ഉണ്ടായിരുന്ന ആൾ ഭർത്താവല്ല എന്നുള്ള ഒരു ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇവർ ആക്രമിച്ചത്. ഇതിന് പിന്നാലെ വാക്കുതർക്കത്തിന് പിന്നാലെ ശ്രുതിയെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇവരെ വളഞ്ഞിട്ട് ആൾക്കൂട്ടം വിചാരണ ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവരെ വയറ്റിൽ ചവിട്ടുകയും മുഖത്ത് അടിക്കുകയും അതിനെ തുടർന്ന് തന്നെ ചുണ്ട് പൊട്ടി ഇപ്പോൾ സ്റ്റിച്ചിട്ട് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇവർ അഡ്മിറ്റാണ്. മറ്റൊന്ന്, ഇവരെ ആക്രമിച്ച് രക്തമൊഴുകി നിൽക്കുമ്പോഴാണ് ഭർത്താവ് സുധീഷ് പെട്രോളുമായിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് വരുന്നതും പിന്നീട് ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെയും തല്ലി. ഇതിൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ല നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ അടക്കമുള്ളവർ, അതിലൊരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇവരെ കൂട്ടമായിട്ട് ചേർന്നാണ് ഇവരെ വിചാരണ ചെയ്ത് മർദ്ദിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടി. കാരണം ഇവർ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോലും ഇവർ കൈക്കലാക്കിയിരുന്നു. പിന്നീട് സംഭവ സ്ഥലത്തെത്തിയ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെയധികം നിസ്സംഗത ഉണ്ടായി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം. കാരണം പോലീസ് എത്തിയിട്ട് പോലും അവർക്ക് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന പേഴ്സിലുണ്ടായിരുന്ന ഫോട്ടോ സഹിതം, വിവാഹ ഫോട്ടോ സഹിതം കാണിച്ച് തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെളിയിക്കേണ്ടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് സുധീഷ് പങ്കുവെക്കുന്നത്. ദീർഘകാലമായി ഏണിക്കരയിൽ താമസിച്ചു വരുന്ന ദമ്പതികളാണ്. അവരിങ്ങനെ രാത്രികാലത്ത് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ദുരനുഭവം ഒരിക്കലും സ്വന്തം നാടിന് തൊട്ടടുത്ത് കിലോമീറ്ററുകൾ പോലും വ്യത്യാസമില്ല അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ പോലീസിന് പരാതി നൽകിയിട്ട് പോലും പോലീസ് ഈ പ്രതികൾക്കെതിരെ, കണ്ടാലറിയാവുന്ന പ്രതികൾക്കെതിരെ ഇതുവരെയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് തയ്യാറായില്ല. ഈ മർദ്ദനത്തിൽ സുധീഷിന്റെ ചെവിയിൽ നിന്നും ബ്ലഡ് വരികയുണ്ടായി. രണ്ടുപേരെ ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണല്ലേ, അതും ഭാര്യയും ഭർത്താവും കൂടി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ എന്താ പ്രശ്നം? താങ്ക് യു അരുൺ. 18 വയസ്സ് പൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും കേരളത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് സാർ നമ്മുടെ രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം. അത് ചോദ്യം ചെയ്യാൻ ആർക്കാ അവകാശം? ഇത് ആർക്കാ ഇത്ര പ്രശ്നം? നമ്മൾ സാധാരണ പറയുമല്ലോ, എന്താണ് ഒരു ആണും ഒരു പെണ്ണും കൂടി ഒരു ബൈക്കിലേക്ക് പോയി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തി കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോഴേക്ക് കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ സംശയം, എന്തൊരു സംശയം, എന്തിനാണ് ഇങ്ങനൊരു സംശയം? ഒരാണും പെണ്ണും അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതല്ലേ മിനിമം മര്യാദ എന്ന് പറയുന്നത്? അത് ഈ നാട്ടുകാർക്കില്ലേ? നെടുമങ്ങാടിന്റെ പേര് കളയാൻ വേണ്ടി കുറച്ച് മനുഷ്യർ, പ്രിയപ്പെട്ട നാട്ടുകാർ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ, നെടുമങ്ങാട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ ചെയ്ത മനുഷ്യരെ നിങ്ങൾ കൃത്യമായിട്ടും പോലീസിന് മുന്നിൽ തന്നെ കൊണ്ടെത്തിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരെയൊന്നും വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ മാറിയേ മതിയാവൂ. നാടൊക്കെ ഒരുപാട് മാറി. പിന്നെ അടിസ്ഥാനമായി സദാചാര പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അത് അനാവശ്യമായിട്ടുള്ള, സാങ്കേതികമായി പറഞ്ഞാൽ സെക്ഷൽ ജലസി എന്ന് പറയും.
അത് ഇത്തിരി കൂടുതലുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുപാടത്തുള്ള ചില ചേട്ടന്മാർക്ക്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എൻ്റെ പുണ്യേട്ട നല്ല കാലത്ത് നല്ലപോലെ സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും അവരുമായിട്ട് യാത്രയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ സദാചാര കുരുവൊന്നും പൊട്ടത്തില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ മുമ്പിൽ ഈ സ്ത്രീയും പുരുഷനും കൂടി ബൈക്കിൽ ഇങ്ങനെ സഞ്ചരിക്കുമെന്ന് കരുതിയോ അർദ്ധരാത്രിയിലോ വൈകുന്നേരമോ ഒക്കെ എവിടെയെങ്കിലും സംസാരിക്കുന്നു എന്ന് കരുതിയിട്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ലോകം കൂടുതൽ മനോഹരമാവുകയുള്ളൂ കേട്ടോ. അവരിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു സായാഹ്നത്തിൽ ഒരു ബീച്ചിൻ്റെ സ്ഥലത്ത് പോയി പരസ്പരം ചുംബിച്ചു എന്ന് കരുതി ലോകം മാറുമെന്നാണ് കവികൾ പറയുന്നത്. നിങ്ങൾ മാറണ്ട കേട്ടോ.